അക്ബറിന്റെ കഥ. ഇത് അക്ബറിന്റെ കഥ. ഇത് അക്ബറിന്റെ കഥയാണ്. ക്യാമ്പസ് ഫുൾ പാട്ടായേ, പാട്ടാക്കിയ കഥയാണ്. ശിവമോൻ ചെയ്ത പണിയാണ്. വന്നിടോ ഇതൊക്കെ ആർക്കും അക്ബറിന്റെ കഥ ഇവിടെ തുടങ്ങുകയാണ്. തോതകൽ പഞ്ചായത്തിലെ പെറുക്കിയെടുക്കാൻ വെച്ചിരുന്ന ഓരോ തലമുറകൾക്കും അക്ബറിന്റെ കഥ അറിയാം. ഇവരാണ് ഞങ്ങളീ പറയാൻ പോകുന്ന കഥയിലെ നായകൻ അക്ബർ. കഥ. ഇത് അക്ബറിന്റെ കഥ. ഇത് അക്ബറിന്റെ കഥയാണ്. ഇത്രയും സ്ലോ മോഷനിൽ പറയാൻ അമൽ നീരദിന്റെ സിനിമയോ? ഫാസ്റ്റ് ആയിട്ട് പറയടാ. അക്ബർ ഇന്ന് വളരെ സന്തോഷവാനാണ്. കാര്യം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം സഫലമാകാൻ പോകുന്ന ഒരു ദിവസവും ഇതാണ്. തന്റെ ഉറ്റ ചങ്ങാതികളോട് പോലും അക്ബർ ഇക്കാര്യം മറച്ചു വെച്ചു. അവർക്കൊരു സർപ്രൈസ് എന്ന നിലക്കായിരുന്നു അക്ബർ ആ കാര്യം മറച്ചു വെച്ചത്. എന്നാലും ഓ നമ്മളോട് ഈ പണി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓ തുടങ്ങിയിട്ടുണ്ട്. സിനിമയ്ക്ക് പോവാൻ നമ്മൾ വേണം. അവന്റെ എല്ലാ പോക്കത്തിനും നമ്മൾ വേണം. ബൈക്ക് എടുക്കുന്ന കാര്യം വന്നപ്പോ നമ്മൾ വേണ്ട. അവൻ വരട്ട്. അവനായിട്ട് ഒരു കമ്പനിക്ക് പോകണ്ട. തന്നെ അവനെ കൈ കിട്ടിയണ്ടല്ലോ. കൈ കിട്ടിയാന്ന് കൊടുത്തു. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ കേറുന്നില്ല. ഓ ഇവിടെ പരീക്ഷയ്ക്ക് കേറുന്നില്ല, പിന്നെയാണ് ക്ലാസ്. കോപ്പ്. അപ്പൊ യൂണിഫോം വേണ്ടേ? യൂണിഫോം ബാഗിലുണ്ടല്ലോ. യൂണിഫോം കോപ്പ്. മനുഷ്യവിടെ വട്ട് പിടിച്ചിരിക്കുക. എവിടെ പോണു? എന്റെ പ്രശ്നം ഇതൊന്നും അല്ല. അപ്പൊ എന്താണ് നിന്റെ പ്രശ്നം? ഇത് ഇത്രയും പേര് അറിഞ്ഞിരിക്കട്ടെ, മൂന്നാമതൊരാൾ അറിയും. എന്താടാ പേടിച്ചു കളിയാ? ഒരിക്കലും കാണാനില്ല. ഇല്ല സമയമാകുമ്പോ ഒരിക്കലും കാണാൻ. ഇതൊക്കെ ഇത് ഇവിടെ കയ്യിലാണ് 5 പൈസ ഇല്ല. ഡി ഡി അതിനെ ഒന്ന് ഒന്നാണ്ടി ഡി 2 പേന ഉണ്ടാടി. പട്ടി ശരി പെങ്ങളെ. ശല്യം വരുന്നുണ്ട്. നീ എന്തിനാ എന്നെ അൺഫ്രണ്ട് ചെയ്തേ? അത് നിന്റെ സ്വഭാവം ശരിയില്ലാത്തോണ്ട്. ആണോ? ഇനി റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യൂ. അതെന്താ അക്സെപ്റ്റ് ചെയ്യാതെ? ഇത് വല്ലാത്ത കഷ്ടമായിരുന്നു. ആരെങ്കിലും കണ്ടാ പോയിട്ടെന്താ? അവക്ക് എന്നെ തന്നെ മതി. വാ വിട്ടേക്ക്. ഞാനൊന്നു നോക്കി, അവൾ എന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനൊന്നു നോക്കി, അവൾ എന്നെയും നോക്കി. എന്തോ ഒന്ന് വല്ലാതെ പഠിക്കാൻ തുടങ്ങി. അതുവരെ ഉണ്ടായതെല്ലാം ആ നിമിഷത്തിലേക്ക് വന്നു നിന്ന പോലെ. ആരായിരുന്നു? മൗലവിന്റെ മോള്.
റിയാസേ തളക്കണേ എന്റെ റബ്ബേ ഇത് ഒന്നിനെ ഇവിടെ പോയി ചുരുട്ടെ ഇത് മഴയതല്ലേ ഓടാ ചുമ്മാ എന്തിനടേ നീ എമ്പി ഇതെന്തോന്ന് കുഞ്ഞു കുഞ്ഞാന്ന് പറഞ്ഞോണ്ട് മാറിയില്ലടേ ഇതെന്താ ഇങ്ങനെയല്ല ഒട്ടിക്കണ്ട പിന്നെ എങ്ങനെ ഇതൊന്നും വലിയ കാര്യമുള്ള ഗ്യാസ് ഒന്നുമല്ല അറിഞ്ഞൂടെങ്കിൽ പറയണ്ടേ മറ്റേ നിന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത് അറിയാലോ മുണ്ടി ആവരുത് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ ചെയ്യുന്നില്ല എന്താടാ ക്ലാസ് പോടാ ക്ലാസ്സിൽ ചെല്ല് പാവടെ അവൻ പേടിച്ച് ആഡംബരം ആയിക്കോട്ടെ അല്ലേ ആദ്യം പോകും ഇവ ആരളിയാത് മൂത്രം ഒഴിക്കാൻ പോവല്ലേ IAS എക്സാമിനൊന്നും പോവല്ലോ കനം കൂടിയാന്നൊരു സംശയം എന്തുവാടേ ഇത് എന്തോ എങ്ങനെ കൂടാതിരിക്കും ഇതല്ലേ കയ്യിലിരിപ്പ് യവന്മാരെയൊക്കെ ഒരു ആക്രാന്തം സണ്ണി ചേച്ചി എന്നാലും ആരാണ് ആഴ്ചയിൽ ഈ ഫോട്ടോ ഇങ്ങനെ മാറ്റുന്നത്? ആരായാലും എന്താ അളിയാ കളഞ്ഞിട്ട് വാടേ ഇങ്ങോട്ട് വാടാ. തീരണില്ല അളിയാ യവനൊക്കെ ഏത് സമയം എന്താണ് ആളെ പരിപാടി ഒന്നുമില്ലളിയാ, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. ഓ ശരി നടക്കട്ടെ പോടാ ആ മക്കള് ചെല്ല് മക്കള് ചെല്ല് ഇന്നാ കൊണ്ട് ചെന്ന് ഒട്ടിയിരടേ ചെല്ല് ഇവിടെ ഒന്ന് കൊണ്ട് ഒട്ടിക്കും. അടിപൊളി കിട്ടി കിട്ടി കിട്ടി. കുറച്ചുകൂടി മതിയാ പോരടേ. ഇപ്പഴാ കുറച്ചുകൂടി ഇത്തിരി വളഞ്ഞാന്നൊരു ആണോ? സംശയമുണ്ട്. കുറച്ച് വളഞ്ഞിരിക്കുന്നതല്ലാടാ. പറഞ്ഞതിലും കാര്യമുണ്ട്. എങ്ങനെ ഉണ്ട് കിടുക്കി അത്താ ത്രിതങ്ക പുളങ്കിത നീലമയം അതെന്താടാ സംഭവം? ചരക്ക് സംഭവം ഒരൊറ്റ വിസേ ഉള്ളു. കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. അയ്യോ അതിനെന്താടാ നീ വെച്ചോടാ നിന്റെ കണ്ണാടി. എന്തൊരു ഷോ എടേ എന്റെ ഒരു ഊള കണ്ണാടി അവളൊരു ഉപ്പി. എന്താടാ രണ്ട് ബുക്കുണ്ടാ ഇല്ല രണ്ട് പേന ഉണ്ടാ ഇല്ല ഇല്ലല്ലേ ഇവനെന്ത് പേനയില്ല ഇവനൊക്കെ എന്ത് പഠിക്കാൻ വരുന്ന ഏതിന്റെ കിടക്കുന്നു ഹലോ നമ്മളക്ബറാ ശരിയാക്കി തരാം. അളിയാ നിഞ്ചായിരിക്കും. അല്ല അളിയ CBR ആയിരിക്കും. നീ പോ അളിയാ നിഞ്ച. അല്ല അളിയ CBR. ആര് പറഞ്ഞു? അക്ബർ എന്തുവാടാ കണ്ണി ചോറില്ലാത്ത ഒന്ന് വിളിച്ചോലുമില്ലല്ലോ അവൻ. നീ അവനൊന്ന് വിളിച്ചു നോക്ക്. പട്ടി വിളിക്കും. ആ സൽമാനെ നീ വിളി. ആദ്യം ഞാൻ ഓട്ടിക്കും. ഞാൻ ഓടിച്ചിട്ട് നീ ഓടിച്ച മണി. ആശാനുണ്ട് ഇവിടെ വണ്ടി ഓട്ടിക്കാൻ. ഓ പിന്നെ കടുക്കണം. ഏതായാലും ഷിബുമോൻ അറിയാത്തത് നന്നായി. ഷിബുമോനൊക്കെ എപ്പോഴേ അറിഞ്ഞ അപ്പൊ ഈ കോളേജ് മൊത്തം അറിയും. അക്ബർ പുതിയ വണ്ടിയെടുത്ത് അക്ബറിന്റെ കഥ. ഇത് അക്ബറിന്റെ കഥ. ഇത് അക്ബറിന്റെ കഥയാണ്. ക്യാമ്പസ് ഫുൾ പാട്ടായേ. പാട്ടാക്കിയ കഥയാണ്. ഷിബുമോൻ ചെയ്ത പണിയാണ്. മോനെ അക്ബർ പുതിയ വണ്ടി എടുത്താടാ. മോനെ അക്ബർ വണ്ടി എടുത്താടാ. അക്ബർ പുതിയ വണ്ടി എടുത്താടാ. അങ്ങനെ എന്തോ ഞാനും കേട്ടു.
കാര്യം പറ. എന്താടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് തുലക്കടാ പട്ടികളെ. ഇന്നോന്റെ മയ്യത്ത് നമ്മൾ എടുക്കും. വിളിയടാ അവന്. ഹലോ തായറാടാ, ഇന്ന് എടുക്കണോടാ അവനാ. സിറോ മുനി വാടാ. അവൻ വരുന്നുണ്ട്. ആരും മൈൻഡ് ചെയ്യണ്ട. ഒന്നും അറിയാത്ത പോലെ അവൻ വരുന്നുണ്ട്. എന്താടേ എല്ലാവരുടെയും മുഖത്തൊരു മ്ലാനത? അളിയാ താഹിറ, അയ്യോ നിനക്കൊന്നും അറിഞ്ഞൂടാ അല്ലേ? എന്തോന്നളിയാ? പപ്പാടെ 18. എന്ത്? അവനൊന്നും അറിഞ്ഞൂടാ. നിനക്ക് ഒരു വാക്ക് ഞങ്ങളോട് പറയായിരുന്നു. വാക്ക? കൊള്ള പന്നി. അപ്പൊ നിങ്ങള് അറിഞ്ഞല്ലേ? അറിഞ്ഞല്ലേ? ഈ കോളേജിൽ ഇനി ഇതറിയാൻ ആരും ബാക്കിയില്ല. ഇനിയിപ്പോ എവനാണ് ഉണ്ടാക്കി വെച്ചിട്ട് എന്നാ നോക്കുന്ന? അളിയ എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. അയ്യോ കുഴപ്പമായ. അളിയ കൊണ്ടുവന്നിട്ടുണ്ട്. വാ. അവൻ വിളിച്ചല്ലേ, കൂടെ പോയേക്കാം. കുറെ നേരമല്ല നീട്ട് നടത്തിക്കുന്നു. എടാ വണ്ടി എവിടെ? വണ്ടി ദോ ഇരിക്കണ്ടാ. CBR എടുക്കുമെന്ന് അറിഞ്ഞ് ഇവൻ കാട്ടി എടുത്തല്ലേ. നിനക്കല്ലേ ആദ്യം ഒട്ടിക്കണ്ട. ഒട്ടിച്ചോട്ടാ, ഒട്ടിച്ച. അടിപൊളി, നല്ല സെറ്റ് വണ്ടി. സൂപ്പർ എഞ്ചിൻ. അതിനെയും കാട്ടി കൊള്ളാം. സൂപ്പർ സീറ്റ്. വണ്ടി എങ്ങനെ ഉണ്ട്? നൈസ് അല്ലേ? സൂപ്പർ വണ്ടി അളിയാ. ഞാനല്ല, അത് ഇങ്ങനെ കാറ്റടിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞിങ്ങനെ. അല്ലേത് ഈ പാട്ടോണ്ടി ഒന്ന് വീണെന്ന് വെച്ചിപ്പോ എന്തോന്നു? അയ്യോ, അക്ബറിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. എന്നാൽ അക്ബർ ഇപ്പോൾ മറ്റു ചില സ്വപ്നങ്ങളുടെ പുറകിലാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അഞ്ജലിക്ക് മനസ്സിലായല്ലേ? മനസ്സിലായെങ്കിൽ പറയണം കേട്ടോ. ഇത് അക്ബറിന്റെ കഥ.